എല്ലാം വലത്തു നിന്ന് ഇടത്തേക്കാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഭാഷയുടെ തുടക്കം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇപ്പോഴും വലത്തുനിന്ന് ഇടത്തേക്കാണ്. ഇടത്തുനിന്ന് വലത്തേക്ക് കൂട്ടിയാലും ഉത്തരം കിട്ടും. പക്ഷെ ആ നിയമം ഒന്ന് മാറ്റിയിട്ടാൽ മതി. പക്ഷെ ഇപ്പോഴും ആ പഴയ രീതി തന്നെയാണ്. നമ്മൾ കണക്കിന്റെ കാര്യത്തിൽ അതിന് വ്യത്യാസം വരുത്തിയിട്ടില്ല. പക്ഷെ ഗ്രീക്കുകാരാണ് ഈ ഫൊനീഷ്യൻ സെമിറ്റിക് ആൽഫബറ്റ് എടുത്ത് ഇടത്തുനിന്ന് വലത്തേക്ക് അവരുടെ സൗകര്യത്തിന് എഴുതാൻ തുടങ്ങിയത്. പിന്നീട് യൂറോപ്യൻ, ആംഗലേയ ആ ഭാഷകളെല്ലാം ഇതേ ആൽഫബറ്റ് തന്നെയാണ്. ഈ ആലഫ് എന്ന് പറയുന്ന അവിടെ ആൽഫയായി, ബേസ് ബീറ്റയായി അവര് ഇടത്തുനിന്ന് വലത്തേക്ക് എഴുതാൻ തുടങ്ങി. നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുത്താലും ഏറ്റവും പഴയ ലിപി എന്ന് പറയുന്നത് സിന്ധു നദീതടത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന സൈന്ധവ ലിപിയാണ്. അത് കൃത്യമായി വായിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതും വലത്തുനിന്ന് ഇടത്തേക്കാണ് എഴുതുന്നതെന്ന് കൃത്യമായി തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നീട് അശോകന്റെ കാലം വരുമ്പം അശോകന്റെ എഡിക്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ ബ്രഹ്മി ഇടത്തുനിന്ന് വലത്തേക്കാണ് എഴുതിയിരുന്നെങ്കിൽ ഖരോഷ്ടി വലത്തുനിന്ന് ഇടത്തേക്കാണ് എഴുതുന്നത്. അപ്പൊ പ്രാചീന ഭാഷകളെല്ലാം അല്ലെങ്കിൽ പ്രാചീന ലിപികളെല്ലാം വലത്തുനിന്ന് ഇടത്തേക്കാണ് എഴുതിയിരുന്നത്. സുറിയാനിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ നമ്മുടെ മൽപ്പാൻ സംവിധാനത്തിന്റെ ഒരു താഴ്ചയോടുകൂടി അല്ലെങ്കിൽ ഒരു ഇല്ലാതാകലോടുകൂടി പലയിടത്തും പല രീതിയിൽ എഴുതുന്ന ഒരു സമ്പ്രദായം വന്നു തുടങ്ങി. പക്ഷെ വലത്തുനിന്ന് ഇടത്തേക്ക് എഴുതുന്ന ഭാഷയിലെ അക്ഷരങ്ങൾ അത് എഴുതുന്നതും വലത്തുനിന്ന് ഇടത്തേക്കാണ്. ചില അക്ഷരങ്ങൾ കൂടിച്ചേരിയല്ല. ആ കൂടിച്ചേരാത്ത അക്ഷരങ്ങൾ ഏതെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ എഴുത്ത് രീതിയുടെ ശാസ്ത്രീയത വെച്ച് നോക്കുമ്പോൾ ആ അക്ഷരങ്ങൾ കൂടിച്ചേരാൻ പറ്റില്ല. അതാണ് അതിന്റെ ലോജിക്ക് അല്ലെങ്കിൽ അടിസ്ഥാനം, ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പല രീതിയിൽ എഴുതുന്ന ഒരു ഭാഷ പലയിടത്തും പല രീതിയിൽ പഠിപ്പിക്കുന്ന ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ട്. കാരണം വലത്തുനിന്ന് ഇടത്തേക്ക് എഴുതുന്ന ഒരു ഭാഷ അതിലെ അക്ഷരങ്ങളും വലത്തുനിന്ന് ഇടത്തേക്ക് എഴുതണം. അപ്പൊ നമുക്ക് അക്ഷരങ്ങളെ തൊട്ട് ഒന്ന് പരിചയപ്പെടാം. നമുക്കറിയാം സുറിയാനി ഭാഷയുടെ പ്രാധാന്യം എന്നാന്ന്. നമ്മുടെ പൂർവികര് വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ ആരാധനാക്രമം ഈ ഭാഷയിലായിരുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹ, സ്ലീഹന്മാര്, മാതാവ് ഇവരൊക്കെ സംസാരിച്ചിരുന്ന അറമായ ഭാഷയുടെ ഏറ്റവും പിന്നീട് കാണുന്ന ഏറ്റവും വികസിതമായ ഏറ്റവും സാഹിത്യ സമ്പന്നമായ രൂപമാണ് സുറിയാനി ഭാഷ. അത് ഏദേസായിൽ സംസാരിച്ചിരുന്ന അറമായ ഭാഷയാണ് സുറിയാനി എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. ഇതിന് ക്രിസ്ത്യാനികളുടെ അറമായിക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ അറമായിക്ക് എന്നൊരു പേരുമുണ്ട്. അപ്പൊ ആ ക്രിസ്ത്യൻ അറമായിക്കിലാണ് ഈ അറമായ ഭാഷയുടെ ഏറ്റവും വികസിതമായ സാഹിത്യവും പിന്നീടുണ്ടായ രൂപങ്ങളും. മറ്റ് ഡയലക്റ്റുകളെല്ലാം പിൽക്കാലത്ത് നിന്നുപോയി. ഈശോയുടെ കാലത്ത് തന്നെ 6 ഡയലക്റ്റുകൾ യൂദയയിൽ, ഈ ഇസ്രയേലിൽ തന്നെ സംസാരിച്ചിരുന്നു. എദേസായിൽ സംസാരിച്ചിരുന്ന ഡയലക്റ്റ് മാത്രമേ പിന്നീട് നമുക്ക് ഒരു സാഹിത്യ ഭാഷയായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. ആ ഒരു ഭാഷയിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് ഈശോമിശിഹായിലേക്കും സ്ലീഹന്മാരിലേക്കും പുറകോട്ട് പോയാൽ അബ്രാഹത്തിലേക്കും ആദത്തിലേക്കും ഒക്കെയാണ്. അപ്പൊ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അക്ഷരങ്ങളിലേക്ക് കടക്കാം. ബിനു, ബിനുവിന് ക്ലാസ് കൈമാറുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ്സിന് ഇടയ്ക്കും ചോദിക്കാം, അവസാനവും ചോദിക്കാം. ഈശോമിശിഹായിരിക്കട്ടെ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുവാണ്. നമ്മൾ സുറിയാനിയിലെ അക്ഷരങ്ങളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് പലർക്കും അറിവുണ്ടാവും. അപ്പോൾ ആ സെയിം അക്ഷരങ്ങളെ തന്നെ മോഡേൺ ഈസ്റ്റ് സിറിയക് അക്ഷരങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. നമ്മൾ പഴയ മാനുസ്ക്രിപ്റ്റുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ കാണും. പക്ഷേ ഇതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മേജർ ഫോണ്ടുകളിലും എല്ലാം ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ. അപ്പോൾ നമ്മൾ ഈ അക്ഷരങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ അക്ഷരങ്ങളെല്ലാം വലത്ത് നിന്ന് ഇടത്തേക്കാണ് എഴുതുന്നത്. അത് വലത്ത് നിന്ന് ഇടത്തേക്ക് എഴുതുന്ന എല്ലാ ഭാഷയിലും അങ്ങനെയല്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീബ്രു എടുക്കുകയാണെങ്കിൽ ഹീബ്രു ഭാഷയിലെ എഴുത്ത് രീതി വലത്ത് നിന്ന് ഇടത്തേക്കാണെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ അക്ഷരവും അവർ എഴുതുന്നത് ഇടത്തു നിന്ന് വലത്തേക്കാണ്. പക്ഷെ സുറിയാനിയിൽ അങ്ങനെയല്ല. ഭാഷയും
വലത്തുനിന്ന് ഇടത്തേക്കാണ്, എഴുതുന്ന രീതിയും വലത്തുനിന്ന് ഇടത്തേക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഭാഷ എഴുതുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒന്ന് ഈ അക്ഷരങ്ങളുടെ പൊസിഷനാണ്. നമ്മൾ എന്ത് ഭാഷ എഴുതി കഴിഞ്ഞാലും അതിലൊരു ബേസ് ലൈൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം നിൽക്കുന്നത് ആ ബേസ് ലൈനിലായിരിക്കും. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒന്നും ഈ പറയുന്ന ബേസ് ലൈനിന്റെ താഴേക്ക് പോവില്ല. പക്ഷേ സ്മോൾ ലെറ്റേഴ്സിൽ പലതും, ഉദാഹരണം ജി, വൈ എന്നുള്ള അക്ഷരങ്ങൾ ബേസ് ലൈനിന്റെ താഴേക്ക് പോകും. അതുപോലെ തന്നെ സുറിയാനിയിലും പല അക്ഷരങ്ങളും ബേസ് ലൈനിന് മുകളിൽ നിൽക്കും, ചില അക്ഷരങ്ങൾ ബേസ് ലൈനിന്റെ താഴേക്ക് പോവുകയും ചെയ്യും. അപ്പം ഇതെല്ലാം ഇവിടെ ബേസ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലൈനാണ്. ഈ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, ചില അക്ഷരങ്ങൾ അതിന്റെ താഴേക്ക് പോകും, ചില അക്ഷരങ്ങൾ മുകളിലേക്ക് മാറി. ഓക്കെ, അപ്പം സുറിയാനിയിലെ ആദ്യത്തെ അക്ഷരം ആലപ്പാണ്. എല്ലാ അക്ഷരങ്ങളും ഞാനൊന്ന് പറയാം. ആലപ്പ്, ബേസ്, ഗാമൽ, ദാലസ്, ഹേ, വാവ്, സൈൻ, ഹേസ്, തേസ്, യോത്, കാപ്പ്, ലാമദ്, മീം, നൂൻ, സെംകസ്, ഏ, പേ, സാദെ, കോപ്പ്, റേ, ഷീൻ, താവ്. 22 അക്ഷരങ്ങളാണ് സുറിയാനിയിലുള്ളത്. ഈ അക്ഷരങ്ങൾ എളുപ്പം ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ഇതൊരു പാഠ്യരൂപത്തിൽ വേണമെങ്കിൽ ഓർക്കാൻ ശ്രമിക്കാവുന്നതാണ്. നമ്മളുടെ തൂയെ എന്നുള്ള പാഠ്യരീതിയില്ലേ, അതിൽ ഈ അക്ഷരങ്ങളുടെ പേരുകൾ നമുക്ക് പാടാൻ സാധിക്കും. ആലപ്പ്, ബേസ്, ഗാമൽ, ദാലസ്, ഹേ, വാവ്, സൈൻ, ഹേസ്, തേസ്, യോത്, കാപ്പ്, ലാമദ്, മീം, നൂൻ, സെംകസ്, ഏ, പേ, സാദെ, കോപ്പ്, റേ, ഷീൻ, താവ്. അപ്പോൾ ഇപ്പോൾ ഒരു അക്ഷരങ്ങളുടെ ഓർഡർ ഈസി ആയിട്ട് ഓർക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് എളുപ്പമുള്ളൊരു വഴി. നമുക്ക് അക്ഷരങ്ങളൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ആലപ്പാണ്. ആലപ്പിന്റെ സൗണ്ട് ആയാണ്. ആലപ്പ് എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മൾ സാധാരണ പേന വെച്ച് എഴുതുന്നത് പോലെ അല്ല ശരിക്കും സുറിയാനി എഴുതുന്നത്. നിങ്ങൾ ഫോണ്ടുകൾ ശ്രദ്ധിച്ചാലും അത് മനസ്സിലാകും. സുറിയാനി കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഫോണ്ടാണ്. ഇതിൽ മൾട്ടിപ്പിൾ ലൈൻ വിഡ്ത്തുകളുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന ഉപകരണത്തിനും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. മിക്കവാറും സുറിയാനി എഴുതുന്നത് നമ്മളുടെ ഈ മുളയില്ലേ, മുള ഉണക്കി കട്ട് ചെയ്തെടുത്ത, അത് ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് അത് മഷിയിൽ മുക്കിയാണ് എഴുതുന്നത്. അപ്പോൾ ജനറലി 2 ലൈൻ വിഡ്ത്തുകൾ ഈ പറയുന്ന ഉപകരണത്തിന് പോസിബിൾ ആയിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലൈൻ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല വീതിയുള്ളതും, ഹൊറിസോണ്ടൽ ലൈൻസ് വീതിയുള്ളതും, വെർട്ടിക്കൽ ലൈൻസ് വീതി കുറഞ്ഞതും എന്നുള്ള രീതിയിൽ എഴുതാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ആലപ്പ് ഒന്ന് എഴുതി നോക്കാം. ആദ്യം വലത്ത് നിന്ന് ഇടത്തേക്ക് ഒരു വര വരയ്ക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് ആലപ്പ് എഴുതുന്നത്. ഓക്കെ, ആലപ്പ് ഇടതുവശത്ത് കൂടിച്ചേരുന്ന ഒരു അക്ഷരമല്ല. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. കാരണം നമ്മൾ വലത്ത് നിന്ന് ഇടത്തേക്ക് കൊണ്ടുവന്നിട്ട് മുകളിലേക്കാണ് പോകുന്നത്. അടുത്ത ഒരു അക്ഷരം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് പേന എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് അടുത്ത അക്ഷരമായിട്ട് കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല. ആലപ്പിന് 2 ഫോംസ് ആണുള്ളത്. ഇത് അതിന്റെ ഇനിഷ്യൽ ഫോമാണ്. ആലപ്പിന് ഒരു ടെർമിനൽ ഫോം കൂടിയുണ്ട്. അതായത് ആലപ്പ് ഒരു വാക്കിന്റെ അവസാനമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു ചെറിയ മോഡിഫിക്കേഷൻ ആഡ് ചെയ്യും. ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ചെയ്തിട്ട് അടിയിൽ ഒരു ചെറിയ കുനിപ്പ് കൂടി ഇടും. ഇത് എസ്രാങ്കലയിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവസാനം വരുന്ന ആലപ്പിന് ഈ ഒരു പാർട്ടും കൂടെ കാണുന്നു. നമ്മൾ ഫോണ്ടുകളിലെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാക്ക് എഴുതാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. ആവ. ആവായിൽ ആദ്യത്തെ അക്ഷരവും ആലപ്പാണ്, അവസാനത്തെ അക്ഷരവും ആലപ്പാണ്. നമുക്കൊന്ന് എഴുതാൻ ശ്രമിക്കാം. ആ, അതിനുശേഷം ബേസ് ആണ്. ബേസ് നമ്മൾ ഇനി പരിചയപ്പെടും, പക്ഷെ ഞാനിപ്പോൾ ഒന്ന് എഴുതുകയാണ്. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആവ, വവൽസ് ഇടുന്നില്ല. അപ്പോൾ അവസാനം വന്ന ആലപ്പ് ആ ബേസിന്റെ കൂടെ വലതുവശത്ത് കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. ആദ്യത്തെ ആലപ്പ് പക്ഷേ ഇടതുവശത്ത് കണക്ട് ചെയ്യുന്നില്ല. ആലപ്പ് കഴിഞ്ഞിട്ട് ബേസ് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എഴുതുന്നത് വലത്ത് നിന്ന് ഇടത്തേക്കാണ്, പിന്നെ മുകളിലേക്ക്. മെസപ്പൊട്ടോമിയൻ രീതി, അതായത് മിഡിൽ ഈസ്റ്റിൽ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്നത് പോലെയല്ല. അവരിപ്പോൾ ചെയ്യുന്നത് കാലിഗ്രാഫിക് ആയിട്ട് എഴുതുമ്പോൾ ഈ ആലപ്പ് മുകളിൽ നിന്ന് താഴേക്ക് എഴുതുന്ന ഒരു രീതിയും ഉണ്ട്. അതും പക്ഷേ എഫക്റ്റീവ്ലി സെയിം ആണ്. ഒരേ ഷേപ്പ് തന്നെ നമ്മൾക്ക് കിട്ടും. കുറച്ചുകൂടെ ഒരു എന്തോ അവരങ്ങനെയാണത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആലപ്പ് കഴിഞ്ഞു. ആദ്യത്തെ അക്ഷരം ആലപ്പ്. രണ്ടാമത്തെ അക്ഷരം ബേസ്. ബേസും എഗെയിൻ നമ്മൾ ബേസ് ലൈനിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷെ ആദ്യത്തെ വര എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും. പിന്നെ അതിനുശേഷം ഒരു വര ഇങ്ങോട്ട്, താഴെ ബേസ്.
ബേസിന് രണ്ട് ഫോമാണുള്ളത്. ഒന്ന് ഈ പറയുന്ന ടെർമിനൽ ഫോം, പിന്നെ ഒരു ഇനീഷ്യൽ ഫോം ഉണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് എഴുതുകയെന്ന് വിചാരിച്ചോ, ബാ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ബാ. ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബേസ് ലൈൻ അല്ലാതെ ഡാർക്ക് ആയിട്ട് വേറെ രണ്ട് ലൈൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ മുകളിലത്തെ ലൈൻ എന്ന് പറയുന്നത് ചില അക്ഷരങ്ങൾ റീച്ച് ചെയ്യുന്നതും മറ്റേ ലൈൻ വേറെ ചില അക്ഷരങ്ങൾ റീച്ച് ചെയ്യുന്നതുമാണ്. ആലപ്പ് ഏറ്റവും മുകൾ വരെ റീച്ച് ചെയ്യും, നല്ല ഉയരമുള്ള അക്ഷരമാണ്. ബേസിന് പക്ഷേ അത്ര ഉയരമില്ല, ബേസ് ആ നടുഭാഗം വരെ എത്തത്തുള്ളൂ. ഓക്കെ, ബേസ്. അടുത്ത അക്ഷരം ഗാമൽ. ഗാമലും നമ്മൾ ബേസ് ലൈനിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് ഒരു ആംഗിളിൽ ആദ്യം ഒരു വര വരയ്ക്കും. പിന്നെ അതിനുശേഷം താഴേക്ക് ഒരു വര വരയ്ക്കും. എന്നിട്ട് ഇവിടെ ഒരു ഡോട്ട് ഇടും. അതിനുശേഷം ഇങ്ങോട്ട് കൊണ്ടുവരും. ഇങ്ങനെയാണ് ഗാമലിന്റെ ഷേപ്പ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാമലാണ് നമ്മളുടെ സുറിയാനിയിലുള്ള ഏറ്റവും ഉയരമുള്ള അക്ഷരം. കാരണം ഇത് ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും താഴെ വരെ എത്തും. വേറെ വേറെ അക്ഷരവും അങ്ങനെ എത്തുന്നില്ല. ഏറ്റവും ഉയരമുള്ള അക്ഷരം മുകളിൽ നിന്ന് താഴേക്ക് ഗാമലാണ്. ഗാമലും ഇടതുവശത്ത് കണക്ട് ചെയ്യുന്ന ലെറ്ററാണ്. കാരണം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവസാനത്തെ സ്ട്രോക്ക് എഴുതിയത് വലത്ത് നിന്ന് ഇടത്തേക്കാണ്. ഇവിടെ നമ്മൾക്ക് ഈസി ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇപ്പോൾ ഒരു ആലപ്പ് ഇതിൻ്റെ ഇടതുവശത്ത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇടാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റീസൺ. ഗാമലിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗാമലിന് വീതി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഗാമൽ രണ്ട് വശത്തും കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾക്കിപ്പം ബേസും ഗാമലും കൂടെ ഒരുമിച്ച് എഴുതണമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം ബേസ് എഴുതി, അതിനുശേഷം അടുത്ത ഗാമൽ എഴുതുമ്പോൾ ഇവിടെ കുറച്ച് നീളം അധികം കൊടുക്കണം. അധികം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഗാമലിന്റെ താഴെ കിടക്കുന്ന ആ വാല് മറ്റേ അക്ഷരത്തിന്റെ അടിയിൽ വരും. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വവൽസ് ഇടുമ്പോൾ ആ വവൽസും ഇതും തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറച്ച് കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ അക്ഷരം ഗാമൽ. ഇതുവരെ ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഈ ക്ലാസ് നമ്മൾ ഒരു ലെക്ചർ ആയിട്ടല്ല, ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 3 അക്ഷരങ്ങൾ കഴിഞ്ഞു, ആലപ്പ്, ബേസ്, ഗാമൽ. അടുത്തത് ദാലസ്. ദാലസ് എന്ന അക്ഷരത്തിന് ഒരു പ്രത്യേകതയുണ്ട്, എഴുതുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ സ്ട്രോക്ക് താഴെ നിന്ന് മുകളിലേക്ക്, രണ്ടാമത്തെ സ്ട്രോക്ക് വലത്ത് നിന്ന് ഇടത്തേക്ക്. പക്ഷേ ഇതിവിടെ തീരുന്നില്ല, ദാലത്തിന്റെ അടിയിൽ ഒരു കുത്തു കൂടിയുണ്ട്. ആ കുത്ത് നമ്മൾ ഇടണം. കറക്റ്റ് ഇടണം. ഇതാണ്. അപ്പോൾ ഇവിടെ ഈ കുത്തിടാൻ വേണ്ടി നമ്മൾക്ക് പേന എടുക്കേണ്ടത് കൊണ്ട് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്തങ്ങ് എഴുതി പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാലസ് ഇടതുവശത്ത് കണക്ട് ചെയ്യില്ല. അപ്പോൾ ദാലസ് കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരം എഴുതണമെന്നുണ്ടെങ്കിൽ, ഒരു ആലപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളത് കണക്ട് ചെയ്യാതെ ഇടാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഈ ഡോട്ട് ഇടാൻ വേണ്ടി പേന എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അത് കണക്ട് ചെയ്ത് എഴുതുന്നതിൽ മീനിങ് ഇല്ല. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പം ദ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും. ദാലസ് ഇടതുവശത്ത് കണക്ട് ചെയ്യില്ല. നാലാമത്തെ അക്ഷരം. അഞ്ചാമത്തെ അക്ഷരം ഹേ. ഹേ നമ്മൾ again ബേസ് ലൈനിൽ നിന്ന് തുടങ്ങി മുകളിലേക്കാണ് ആദ്യത്തെ വര. അതിനുശേഷം വലത്ത് നിന്ന് ഇടത്തേക്ക്, പിന്നെ താഴേക്ക്. ഇങ്ങനെയാണ് ഹേയുടെ ഷേപ്പ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹേ ചെറുതായിട്ട് ബേസ് ലൈനിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. ഈ ഭാഗമല്ല, അതായത് അതിൻ്റെ ആദ്യത്തെ ലൈനിൻ്റെ ആ ഭാഗം ചെറുതായിട്ട് അടിയിലേക്ക് പോകുന്നുണ്ട്. അത് അങ്ങനെയാണ് എഴുതാറുള്ളത്. ഒരു സ്റ്റൈലിസ്റ്റിക് സംഭവമാണെന്ന് കരുതിയാൽ മതി. ഹേ എന്നുള്ളതും ഈ പറഞ്ഞതുപോലെ ഇടതുവശത്ത് കണക്ട് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കൊണ്ടുവന്ന് നിർത്തുന്നത് ഇവിടെയാണ്. അവിടെ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അടുത്ത അക്ഷരം എഴുതാൻ വേണ്ടി പേന എടുക്കേണ്ടി വരും, അല്ലാതെ സാധിക്കില്ല.
അപ്പോൾ ഹേ പക്ഷേ വലതുവശത്ത് കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾക്ക് ബേസും ഹേയും കൂടെ ഒരുമിച്ച് എഴുതണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് അതിനുശേഷം ഹേ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഇത് താഴെ കണക്റ്റഡ് ആയിരിക്കും. ഹേ അല്ല, ബേസ് ഗാമൽ ദാലസ് ഹേ. അടുത്ത അക്ഷരം വാവാണ്. വാവാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അക്ഷരം. ജസ്റ്റ് ഒരു വട്ടമാണ്. അതും ഈ പറഞ്ഞതുപോലെ വട്ടം എങ്ങനെയെങ്കിലും വരച്ചാൽ പോരാ, നമ്മൾ ബാക്കിയുള്ള അക്ഷരങ്ങൾക്കെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ബേസ് ലൈനിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് വാവ് എഴുതുന്നത്. ഓക്കെ, വാവും ഈ പറഞ്ഞതുപോലെ ഇടതുവശത്ത് കണക്ട് ചെയ്യത്തില്ല. കാരണം നമ്മൾ അത് ഇവിടെയല്ല കൊണ്ടുവന്ന് നിർത്തുന്നത്, വലതുവശത്ത് തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് നിർത്തുന്നത്. അപ്പോൾ അടുത്ത അക്ഷരം എഴുതാൻ വേണ്ടി പേന എടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് വാവ് നമ്മൾക്ക് ഇങ്ങനെ മാത്രമേ എഴുതാൻ സാധിക്കൂ. നെക്സ്റ്റ് ലെറ്റർ അലഫ്, ബേസ്, ഗാമൽ, ദാലസ്, ഹേ, വാവ്, സൈൻ. സൈൻ ഒരു പ്രത്യേക അക്ഷരമാണ്. നമ്മൾക്കത് എഴുതാൻ ശ്രമിക്കാം. എഗെയിൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബേസ് ലൈനിൽ നിന്ന് തുടങ്ങുന്നു. എന്നിട്ട് ഒരു ചുറ്റിക്കെട്ടാണ് ആദ്യം സൈനിൽ ഉള്ളത്. ഒരു മിനിറ്റ്. ഇങ്ങനെയാണ് സൈനിന്റെ ഒരു ഷേപ്പ്. സൈനിന് ഏകദേശം 3 ലൈൻസ് ആണ്. ബേസിന്റെ ഒക്കെ അതേ ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കാണും. സൈനിന് താഴേക്ക് ഒരു വാലുണ്ടാവും, വാല് ചെറുതായിരിക്കും. അപ്പോൾ എപ്പോഴും സൈൻ ഇങ്ങനെ ഫുള്ളി ഫിൽഡ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു ചുറ്റിക്കെട്ട് പോലെ ഇങ്ങനെയും കാണാറുണ്ട്. ദിസ് ഈസ് ഓൾസോ എ വാലിഡ് സൈൻ. സെയിം ഷേപ്പ് തന്നെയാണ്. അകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേത് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈനും ഈ പറഞ്ഞതുപോലെ ഇടതുവശത്ത് കണക്ട് ചെയ്യത്തില്ല. കാരണം നമ്മൾ അവിടെയല്ല കൊണ്ടുവന്ന് നിർത്തുന്നത്, തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നത്. പക്ഷെ ഇത് വലതുവശത്ത് കണക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബേസും സൈനും കൂടെ ഒരുമിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ ബേസ് ഇങ്ങനെ എടുക്കുക, അതിനുശേഷം ഇത് ചെയ്യുക, ഇങ്ങനെയാവും എഴുതുക ബേസും സൈനും. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത എന്തെങ്കിലും ഒരു അക്ഷരം എഴുതണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ആലപ്പിടണമെന്ന് വിചാരിക്കുക. അത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ എഴുതാവുന്നതേ ഉള്ളൂ. അത് കണക്ട് ചെയ്യത്തില്ല. ഓക്കെ, അടുത്ത അക്ഷരം ഹേസ്. ഹേസ് ആദ്യം ഒരു ലൈൻ ഇങ്ങനെ. ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് താഴേക്ക് പോവുക, വീണ്ടും അതുപോലെ തന്നെ ഒന്നുകൂടെ, അതിനുശേഷം ഇങ്ങനെ നീളത്തിൽ. ഇതാണ് ഹേസിന്റെ ഷേപ്പ്. ഹേസ് രണ്ട് സൈഡിലും കണക്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ്. അപ്പം അതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയത് ആ ഏറ്റവും ഇടത് ഭാഗത്ത് തന്നെയാണ്. നമുക്കത് ഈസി ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാവുന്നതാണ്. ഇതേസമയം അഹ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം ആലപ്പിടുക. ആലപ്പ് കണക്ട് ചെയ്തില്ല, അപ്പോൾ അതുകൊണ്ട് വേറൊരു അക്ഷരം എടുക്കാം. ബേസ് എടുക്കാം. ബേസ് ഹ ആലപ്പ്. ഇങ്ങനെയാവും ഇരിക്കുക. ഈ വാക്ക് ഒരു ഇമാജിനറി ആയിട്ടുള്ള വാക്കാണ്, പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉള്ളതല്ല. ഞാൻ ജസ്റ്റ് അക്ഷരങ്ങൾ കാണിക്കാൻ വേണ്ടി, അതിൻ്റെ ആ കണക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ട ഒരു വാക്കാണ്. ഓക്കെ, ഹേസ്. ഹേസ് രണ്ട് സൈഡിലും കണക്ട് ചെയ്യും. ഹേസ്. അടുത്തത് തേസ്. ഏറ്റവും ഉയരമുള്ള വേറെ ഒരു അക്ഷരമാണ്. കാമലിന്റെ അത്ര തന്നെ ഉയരം ഉണ്ടാകും. തേസ് എഴുതുന്നത് ശ്രദ്ധിക്കണം. എഗെയിൻ നമ്മൾ ബേസ് ലൈനിൽ നിന്ന് തുടങ്ങി ഒരു ചെറിയ വര വലത്തേക്ക് ആദ്യം വരയ്ക്കും, ചെറിയ വര. എന്നിട്ട് അത് കഴിഞ്ഞ് ആ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെ താഴേക്ക് ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് ആ സെയിം സാധനം മുകളിലേക്ക് ഏറ്റവും മുകളിൽ വരെ കൊണ്ടുപോകും. എന്നിട്ട് ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യും ഇവിടുന്ന്. ഇങ്ങനെയാണ് തേസ് എഴുതുക.
തേസും രണ്ട് സൈഡിലും കണക്ട് ചെയ്യുന്ന ഒരു അക്ഷരമാണ്. നമ്മൾക്ക് തേസ് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു അക്ഷരം എഴുതണമെന്നുണ്ടെങ്കിൽ ആലപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. ഓക്കെ, മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. തേസ് ആണ്. അടുത്ത അക്ഷരം യോദ്. യോദാണ് സുറിയാനിയിലുള്ള ഏറ്റവും ചെറിയ അക്ഷരം. യോദ് എഴുതാൻ ഇങ്ങനെ എടുക്കുക, മുകളിലേക്ക്. ഇത്രയും ഉള്ളൂ, സിമ്പിൾ. ഇതൊരു സിംഗിൾ കണ്ടിന്യൂസ് സ്ട്രോക്കിൽ നമ്മൾക്ക് എഴുതി പോകാൻ സാധിക്കും ഈസി ആയിട്ട്. ഓക്കെ, യോദും രണ്ട് സൈഡിലും കണക്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ്. ഇപ്പം അയ എന്ന് വേണ്ട, യാ എന്ന് എഴുതണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ആദ്യം യോദ് എഴുതുക, അതിനുശേഷം ആലപ്പെടുക. യാ, അയ്യ. ഓക്കെ, അപ്പോൾ ആദ്യം ബേസ് എഴുതിയിട്ട് യോദാൻ എഴുതുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാവും വരിക. ഓക്കെ, ബേസ്, യോദ്, ആലം. നമ്മൾ കുറേ ലെറ്റേഴ്സ് ഇതുവരെ പരിചയപ്പെട്ടു. ആലം, ബേസ്, ഗാമൽ, ദാലസ്, ഹേ, വൗ, സൈൻ, ഹേസ്, തേസ്, യോദ്. ഓക്കെ, അപ്പോൾ ഇത്രയും പരിചയപ്പെട്ട അക്ഷരങ്ങൾക്കെല്ലാം മേജറായിട്ട് ഒരു ഫോം മാത്രമേ ഉള്ളൂ. അതായത് ഇതിന്റെ ഷേപ്പ് മാറുന്നില്ല ഇതിന്റെ പൊസിഷൻ അനുസരിച്ച്. ഇത് ആദ്യമാണോ അവസാനമാണോ വരുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ അക്ഷരത്തിന്റെ ഷേപ്പ് മാറുന്നില്ല. പക്ഷെ ഇനി വരാൻ പോകുന്ന ചില അക്ഷരങ്ങൾക്ക് അതുണ്ടാവും. അതിലെ ആദ്യത്തെ ഉദാഹരണമാണ് കാപ്പ്. കാപ്പിന്റെ പൊസിഷൻ അനുസരിച്ച് അതിന്റെ ഷേപ്പ് മാറും. കാപ്പ് തുടക്കത്തിലോ ഇടയ്ക്കോ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഷേപ്പും, എൻഡിലാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ രണ്ട് ഷേപ്പുമാണ് ഉണ്ടാവുക. അതിന്റെ ഒരു ഉദാഹരണം നമുക്ക് കാണാം. കാപ്പിന്റെ ഇനീഷ്യൽ ഫോം തുടക്കത്തിൽ എങ്ങനെയിരിക്കും എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കാം. അതും ബേസ് ലൈനിൽ നിന്ന് തന്നെ തുടങ്ങുന്നു, മുകളിലേക്ക് ഒരു വര ഇങ്ങനെ, എന്നിട്ട് വലത്ത് നിന്ന് ഇടത്തേക്ക്. അപ്പോൾ ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി നമ്മൾക്ക് ഈസി ആയിട്ട് അടുത്ത അക്ഷരം ഇതിന്റെ കൂടെ അങ്ങ് എഴുതി കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ ഇത് രണ്ട് സൈഡിലും കണക്ട് ചെയ്യുന്ന ഒരു ലെറ്റർ തന്നെയാണ്. ഓക്കെ, ഇതതിന്റെ ഇനീഷ്യൽ ഫോം ആണ്. അടുത്തൊരു ആ എഴുതണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നീട്ടുക, അതിൻ്റെ കൂടെ എഴുതുക. ഇത്രയുമേ ഉള്ളൂ, കാ എന്നായി. കാപ്പ് ഇടയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ആദ്യം ബേസ്, പിന്നെ കാപ്പ് എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക, പിന്നെ ആലപ്പെടുക, ഇങ്ങനെയായി. സെയിം ഷേപ്പ് തന്നെയാണ് ഇടയ്ക്കും വരികയാണെന്നുണ്ടെങ്കിൽ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാപ്പും ദാലസും കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഒരുപോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതുമ്പം കാപ്പിന് കുറച്ച് നീളം കൂട്ടി എഴുതുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദാലസിന് വീതി കുറവാണ്, നീളമല്ല വീതി. കാപ്പിന് വീതി കുറച്ച് കൂട്ടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഇത് ദാലസാണ്, ഇത് കാപ്പാണ്. ദാലസിന് ഡോട്ട് ഉണ്ടാവും, അതുകൊണ്ട് കൂടി മനസ്സിലാവും. ഇനി അതില്ല, ഡോട്ട് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. കാപ്പ് രണ്ട് വശത്തും കണക്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ദാലസ്, പക്ഷേ ഒരു സൈഡിൽ മാത്രമേ കണക്ട് ചെയ്തുള്ളൂ. അതുകൊണ്ട് കാപ്പും ദാലസും നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം തുടക്കത്തിലോ ഇടയ്ക്കോ ആണ് കാപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഈ ഷേപ്പും, എൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഷേപ്പുമാണ് ഉണ്ടാവുക. എൻഡിൽ കണക്ട് ചെയ്യാത്ത കാപ്പാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ആലപ്പിന് ശേഷം ഒരു കാപ്പ് വരികയാണ്, അല്ലെങ്കിൽ വേറെ കണക്ട് ചെയ്യാത്ത ഒരു വാവിന് ശേഷം ഒരു കാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ ഷേപ്പ് ആയിരിക്കും. ഒരു 5 പോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും വരിക. ഓക്കെ, ഇത് കണക്ട് ചെയ്യാത്ത ഫൈനൽ കാപ്പാണ്. ഇനി കണക്ട് ചെയ്യുന്ന കാപ്പാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ബേസിന് ശേഷമാണ് ഒരു കാപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആദ്യം മുകളിലേക്ക് ഒരു വര, അതിനുശേഷം ഇങ്ങോട്ട് താഴെ, ഇത് ഇങ്ങനെയായിരിക്കും എഴുതുക. ഇത് മോഡേൺ ഇന്റർനാഷണൽ
ഈസ്റ്റ് സിറിയക് രീതിയിലാണ് ഇങ്ങനെ. നമ്മുടെ കേരളത്തിൽ എഴുതിയിരുന്നത് പക്ഷെ പലപ്പോഴും ഇങ്ങനെയല്ല. ഇതിനെ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കി ഒക്കെയാണ്. അതിനെക്കുറിച്ച് നമ്മൾക്ക് ഭാവിയിൽ എപ്പോഴേലും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കാപ്പിന് 3 ഫോംസ് ആണുള്ളത്. തുടക്കത്തിലും മിഡിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന മുകളിലേക്ക് ഒരു വര, പിന്നെ താഴേക്കും. ബാക്കിയുള്ളത് ടെർമിനൽ ഫോംസ് 2 എണ്ണം, ഒന്ന് കണക്ട് ചെയ്യുന്നത്, ഒന്ന് കണക്ട് ചെയ്യാത്തത്. അടുത്തത് ലാമദ്. ലാമദും നമ്മൾ ബേസ് ലൈനിൽ നിന്ന് തുടങ്ങി ഏറ്റവും മുകൾ വരെ ഒരു സാമാന്യം സ്റ്റീപ്പ് ആയിട്ടുള്ള ആംഗിളിൽ തന്നെ എഴുതുന്ന ഒരു അക്ഷരമാണ്. ഏറ്റവും മുകൾ വരെ എത്തണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുള്ള കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണും. എന്നിട്ട് വലത്തേക്ക് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. 2 വശത്തും കണക്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ്. കാരണം നമ്മൾ വലത്ത് നിന്ന് ഇടത്തേക്ക് തുടങ്ങി നമുക്ക് ഈസി ആയിട്ട് അടുത്ത അക്ഷരം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ ല എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ല, ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ സുറിയാനിയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം, ഈ ലാമതും ആലപ്പും രണ്ടും ഒരേ ഉയരമുള്ള അക്ഷരങ്ങളായതുകൊണ്ടും ലാമത് വലത്തു നിന്ന് ഇടത്തേക്ക് ഇരിക്കുന്നു, ആലപ്പ് ഇടത്തു നിന്ന് വലത്തേക്ക് ഉയർന്നിരിക്കുന്നത് കൊണ്ട് ഇത് കാണാൻ കുറച്ചൊരു വൃത്തികേടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്താണ് പഴയ മാനുസ്ക്രിപ്റ്റുകൾ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടി അങ്ങോട്ട് എഴുതും. അതിന് ലാമത് ആലപ്പ് എന്ന് പറയും. ലാമത് ആലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത് ലാമത്, ലാമത്, ഇങ്ങോട്ടൊരു വര. ലാമത് ആലപ്പിന്റെ 2 ഫോംസ് ഉണ്ട്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഒരു ഹൈറ്റ് കുറവുള്ള ഒരു ചെറിയ ആലപ്പ് ഇവിടെ ഇടും. ഇതാണ് ഒരു ലാമത് ആലപ്പ്. രണ്ടാമത്തേത് ഇങ്ങനെ എടുത്തു, അതിനുശേഷം ഇത് ഇങ്ങോട്ടങ്ങ് ഇട്ടു, ക്രോസ് ചെയ്തങ്ങ് എഴുതി. ആലപ്പിനെ മൊത്തത്തിൽ വലത്തേക്ക് അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഈ 2 സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഇതിനെ ല എന്ന് തന്നെ നമുക്ക് വായിക്കാം. ലാമതും ആലപ്പും ഒരുമിച്ച് എഴുതിയിരിക്കുന്നതാണ്. ഇതൊരു ലിഗേച്ചർ എന്ന് പറയും. ലിഗേച്ചർ ആണ് ഇത്. ലാമദ്. ഓക്കെ, ലാമദിന് ഈ പറയുന്ന ഒറ്റ ഫോം മാത്രം തന്നെ ഉള്ളൂ, വേറെ ഫോംസ് ഇല്ല. ഇടയ്ക്കും എവിടെ വന്നു കഴിഞ്ഞാലും 2 സൈഡിലും കണക്ട് ചെയ്യും. അടുത്ത അക്ഷരം മീം. മീം കാപ്പ് പോലെ തന്നെ ഒരു ഇനിഷ്യൽ ഫോമും മീഡിയൽ ഫോമും പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഷേപ്പിലുള്ള ഒരു ഫൈനൽ ഫോമും ഉള്ള ഒരു ലെറ്ററാണ്. മീം നമ്മൾക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ ബേസ് ലൈനിൽ എല്ലാ അക്ഷരവും തുടങ്ങുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അവിടുന്ന് ആദ്യം മുകളിലേക്ക് ഒരു വര വരയ്ക്കുന്നു. ഓക്കെ, അത് എന്നിട്ട് ഏകദേശം ഇവിടെ വരെ എത്തിച്ച് നമ്മൾ വീണ്ടും മുകളിലേക്ക് വേറൊരു വര വരയ്ക്കുന്നു. ഇതാണ് കാപ്പിന്റെ മീമിന്റെ ആദ്യത്തെ സ്ട്രോക്ക്. പിന്നെ അതിനുശേഷം വീണ്ടും തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ആൻഡ് സ്ട്രെയിറ്റ്. ഇതാണ് മീമിന്റെ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഈ മീമും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ ഇടതുവശത്ത് കണക്ട് ചെയ്യുന്ന ലെറ്റർ ആണ്. കാരണം നമ്മൾ ആ വരച്ച വര അങ്ങ് കണ്ടിന്യൂ ചെയ്ത് അടുത്ത ലെറ്റർ ഈസി ആയിട്ട് എഴുതി പോകാം. പേന എടുക്കേണ്ട കാര്യമില്ല. ഇനി മീം എഴുതാൻ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. ഇത് കേരളത്തിലുള്ള പല മാനുസ്ക്രിപ്റ്റുകളിലും ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ആദ്യമുള്ള ആ മുകളിലത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് അങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ ആദ്യം മുകളിലേക്ക് ഒരു വര, പിന്നെ അതിനുശേഷം നേരെ തന്നെ അങ്ങ് എടുത്തിട്ട് ഇങ്ങനെയും എഴുതി കണ്ടിട്ടുണ്ട്. ഇതും എഫക്റ്റീവ്ലി സെയിം തന്നെയാണ്. കുറച്ചുകൂടി എഴുതാൻ എളുപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മീമായിട്ട് തന്നെ നമുക്ക് വായിക്കാവുന്നതാണ്. ഓക്കെ, ഇനി മീം ഇടയ്ക്കോ തുടക്കത്തിലോ വരികയാണെങ്കിൽ ഈ ഷേപ്പ് ആയിരിക്കും. ഫൈനൽ ഫോം എന്ന് പറയുന്നതിന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതൊന്ന് എഴുതി നോക്കാം. തുടക്കം സെയിം ആണ്, നമ്മൾ ഈ എഴുതുന്നത് പോലെ തന്നെ. താഴെ നിന്ന് മുകളിലേക്ക്. അടുത്തതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അതിനുശേഷം ഇങ്ങനെ. ഇതാണ് മീമിന്റെ ഫൈനൽ ഫോം. മീം എൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും എഴുതുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾക്ക് ബ മ ബേസും മീമും കൂടെ ഒരുമിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ ബേസ്, അതിനുശേഷം ഇങ്ങനെ തന്നെ മീം എഴുതുക. ഇതാണ്
ബേസിന്റെ മീമിന്റെ ഫൈനൽ ഫോം. ഓക്കെ, അടുത്ത അക്ഷരം സെംകസ്. സെംകസ് എന്നുള്ള അക്ഷരം പല രീതിയിൽ എഴുതാം, പക്ഷെ ഇതിന്റെ സ്റ്റാൻഡേർഡ് രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ യൂഷ്വലി തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ തുടങ്ങി ആദ്യം ഒരു സ്ട്രോക്ക് ഇങ്ങനെ ഇടുക. അതിനുശേഷം രണ്ടാമത്തെ സ്ട്രോക്ക് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെ വലത്ത് നിന്ന് ഇടത്തേക്ക്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുറിയാനിലുള്ള അക്ഷരങ്ങളെല്ലാം തന്നെ ഏകദേശം വലത്ത് നിന്ന് ഇടത്തേക്ക് തന്നെയാണ് എഴുതുന്നത്. അതിൽ സ്ട്രോക്ക് ഓർഡറും അങ്ങനെ തന്നെയാണ്. നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും വലത്ത് നിന്നും എൻഡ് ചെയ്യുന്നത് ഇടത്തേക്കുമാണ്. എന്നിട്ട് മൂന്നാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ മൂന്നാമത്തെ സ്ട്രോക്ക് നമ്മൾ പേന അടുത്താണ് എഴുതുന്നുണ്ടെങ്കിൽ അതിങ്ങനെ നീട്ടി എഴുതുന്നത് കാരണം ഇതും രണ്ട് സൈഡിലും കണക്ട് ചെയ്യുന്ന ഒരു ലെറ്റർ തന്നെയാണ്. സ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ എഴുതുക, അതിനുശേഷം അടുത്ത സ്ട്രോക്ക് ഇടുക, മൂന്നാമത് ഇതങ്ങ് നീട്ടി ഇങ്ങനെ അങ്ങ് എടുത്താൽ മതിയാവും. സായി. സെംകസ് രണ്ട് സൈഡിലും കണക്ട് ചെയ്യുന്നതാണ്. എല്ലാ ലെറ്റേഴ്സും തന്നെ വലത് സൈഡ് കണക്ട് ചെയ്യും, വലത് സൈഡ് കണക്ട് ചെയ്യാത്ത ലെറ്റേഴ്സ് ഇല്ല. ഇടത് സൈഡിലും ഇത് കണക്ട് ചെയ്യും, അപ്പോൾ രണ്ട് സൈഡിലും കണക്ട് ആവും. അടുത്ത അക്ഷരം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരമാണ് എ എന്നുള്ള അക്ഷരമാണ്. എ ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് ഏകദേശം ലാമതിനെ പോലെ തന്നെയാണ്. ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാമതും നൂനും എയും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നൂൻ നമ്മൾ എന്താണെന്ന് പിന്നെ പറയും. ഓക്കെ, നമ്മൾ ഇടയ്ക്ക് ഒരു അക്ഷരം വിട്ടുപോയിരുന്നു. ഇവിടെ നൂൻ എന്നൊരു അക്ഷരം ഉണ്ടായിരുന്നു. മീം കഴിഞ്ഞ് നൂനാണ് അടുത്ത ലെറ്റർ, അത് ഞാൻ വിട്ടുപോയിരുന്നു, നിങ്ങളാരും പറഞ്ഞില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് എഴുതാം. ലാമത് മീം നൂൻ. നൂനിനും ഈ കാപ്പിൻ്റെതുപോലെ തന്നെ 3 ഫോംസ് ഉണ്ട്. ഒരു ഇനിഷ്യൽ ഫോം, പിന്നെ 2 ടെർമിനൽ ഫോംസ്, കണക്ട് ചെയ്യുന്നതും കണക്ട് ചെയ്യാത്തതും. നൂൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ താഴെ നിന്ന് തുടങ്ങി മുകളിലേക്കൊരു വര. നമ്മുടെ ബേസിന്റെ ആ ലെവൽ വരെ മാത്രമേ ഇത് നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ ചെറിയൊരു ഇത് കൊടുക്കുക, എന്നിട്ട് പിന്നെ താഴെ നിന്ന് വലത്തേക്ക് ഇടത്തേക്ക് വരയ്ക്കുക. നൂൻ, ഇതാണ് നൂൻ. ന എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നൂൻ രണ്ട് സൈഡിലും കണക്ട് ചെയ്യുന്ന ലെറ്ററാണ്. നൂനിന്റെ എൻഡ് ഫോം എന്ന് പറയുന്നത്, അതായത് നൂൻ അവസാനം വരികയാണ്. ഇപ്പം നമ്മൾ ആവൂൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആവൂൻ എഴുതി നോക്കാം. ആവൂൻ. ഇനി ഈ വാവ് നമ്മൾ അങ്ങനെ വലത്തോട്ട് എഴുതിയത് കൊണ്ട് അടുത്ത ലെറ്ററുമായിട്ട് കണക്ട് ചെയ്യത്തില്ല. അപ്പം നമുക്ക് നൂൻ എഴുതണമെന്നുണ്ടെങ്കിൽ നൂനിന്റെ അൺകണക്റ്റഡ് ഫോം ആയിരിക്കണം എഴുതേണ്ടത്, ഫൈനൽ ഫോം. അതിന് ഈ ഒരു ഷേപ്പാണ്. ആദ്യം ഇങ്ങനെ ഒരു സാധനമുണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങോട്ട് നീട്ടി എഴുതണം. ഇവിടെയാണ് ഈ 2 സ്ട്രോക്ക് വിഡ്ത്തുകളുടെ ഇമ്പോർട്ടൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എഴുതുമ്പോൾ അതിന് തിക്കായിട്ടുള്ള ഒരു ലൈനും വെർട്ടിക്കലായിട്ട് എഴുതുമ്പോൾ അതിന് വീതി കുറഞ്ഞ ഒരു ലൈനും വരണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നൂൻ കറക്റ്റായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതായത് ഒരു സിംഗിൾ സ്ട്രോക്കിൽ, അല്ലെങ്കിൽ നമ്മൾ പേന വെച്ച് ആദ്യത്തെ ആ ഭാഗം കുറച്ച് കടുപ്പിച്ച് എഴുതേണ്ടി വരും. ഇത് നൂനിന്റെ അൺകണക്റ്റഡ് ഫോം. നൂനിന്റെ കണക്റ്റഡ് ഫോം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബൻ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ബേസ് നൂൻ, ഇതൊന്ന് മുകളിലേക്ക് എടുക്കുക, ശേഷം ഇങ്ങനെ. ഇങ്ങനെയാണ് നൂനിന്റെ ഫൈനൽ ഫോം. മറ്റേ സാധനം തന്നെ ജസ്റ്റ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് താഴേക്ക് ഇങ്ങനെ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സോ നൂനിന്റെ ഇനിഷ്യൽ ഫോം മുകളിലേക്കും നൂനിന്റെ ഫൈനൽ ഫോം താഴേക്കുമാണ് ഇരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നൂൻ കഴിഞ്ഞ് വരുന്നതാണ് നേരത്തെ കണ്ട സെംകസ്. സെംകസ് അങ്ങനെയാണ് എഴുതുക, 2 ലൂപ്പാണ് ഉണ്ടാവുക. അടുത്ത അക്ഷരം ഞാൻ പറഞ്ഞതുപോലെ എ ആണ്. എ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
എയും ലാമതും തമ്മിലും എയും നൂനും തമ്മിലും മാനുസ്ക്രിപ്റ്റുകളിൽ പ്രത്യേകിച്ച് മാറിപ്പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പം രണ്ടിനെ ബിഹേവിയർ സെയിം ആണ്, രണ്ടും രണ്ട് വശത്തും കണക്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ്. അങ്ങനെ അപ്പോൾ എ എഴുതുമ്പോൾ എയ്ക്ക് ലാമതിൻ്റെ അത്ര ഉയരമില്ല, നൂനിനെക്കാട്ടിലും ഉയരമുണ്ട് താനും. അപ്പോൾ ആ രീതിയിൽ തന്നെ എഴുതുക. ഇവിടുത്തെ ഈ 4ാമത്തെ ലൈൻ വരെ നമ്മൾക്ക് എ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതാണ് എയുടെ ഷേപ്പ്. ലാമത് ഏറ്റവും മുകളിൽ വരെ എത്തും. നൂന 3ാമത്തെ ലൈൻ വരെ മാത്രമേ എത്തത്തുള്ളൂ. എ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിനെയും ഇടയ്ക്കാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ലൈൻ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, ഇത് 4ാമത്തെ ലൈൻ വരെ റീച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഒരു മാനുസ്ക്രിപ്റ്റിൽ നമ്മൾ ഒരു കൈയെഴുത്തുപ്രതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഈ വ്യത്യാസം അത്ര ക്ലിയർ ആയിരിക്കത്തില്ല. ചിലപ്പോൾ നൂൻ പോലെ തന്നെ ഇരിക്കും. സ്പെഷ്യലി ഇപ്പൊ കണക്ട് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ബ ആ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ബ അത് ഇങ്ങനെയായിരിക്കും വരിക. ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാമതാണോ ചിലപ്പോൾ നൂനാണോ എന്നൊക്കെ സംശയം വരാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കൈയെഴുത്ത് പ്രതികളിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാമതിന്റെ നൂനിന്റെ ആംഗിൾ കുറച്ച് മുകളിലേക്ക് ആയതുകൊണ്ട് ഇതിന്റെ ആംഗിൾ കുറച്ചുകൂടെ ചെറുതാക്കും, ഇത് കുറച്ചുകൂടെ താഴേക്ക് എഴുതും. അതായത് ഇങ്ങനെ എഴുതും അല്ലേ. ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇതേ തന്നെയാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. ആ ഒരു ആംഗിൾ കുറച്ച് നേരെ മുകളിലേക്ക് എഴുതുന്നതിന് പകരം കുറച്ചുകൂടെ ഇടത്തേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതേ തന്നെയാണ് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എയും രണ്ട് സൈഡിലും കണക്ട് ചെയ്യുന്ന ലെറ്റർ ആണ്. കാരണം നമ്മൾ അവസാനത്തെ സ്ട്രോക്ക് ഇടുന്നത് വലത്ത് നിന്ന് ഇടത്തേക്ക് ഈസി ആയിട്ട് അടുത്ത അക്ഷരമായിട്ട് കണ്ടിന്യൂ ചെയ്ത് എഴുതി പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം ആക്ച്വലി എഴുതാം. അൽ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. സോറി, നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ അക്ഷരം എ ആണ്, രണ്ടാമത്തേത് ലാമതാണ്. ആംഗിളിലെ വ്യത്യാസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ആദ്യത്തെ എയും രണ്ടാമത്തെ ലാമതും ആണെന്നുള്ളത്. ഓക്കെ, നൂനിന്റെ കേസിൽ ഇതുപോലെ തന്നെ നൂനിന്റെ ആംഗിൾ ഏകദേശം ലാമതിന്റെ ആംഗിൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നൂൻ എ ആലപ്പ് എന്നൊരു ഗ്രൂപ്പ് എഴുതണമെന്ന് വിചാരിക്കുക. നൂൻ എ ആലപ്പ് അല്ല, അവസാനം ലാമത്. വ്യത്യാസം മനസ്സിലായില്ലേ? ആദ്യത്തേത് വെരി ക്ലിയർലി നൂനാണ്, രണ്ടാമത്തേത് ആംഗിൾ കുറച്ചുകൂടെ ഇങ്ങോട്ടായതുകൊണ്ട് എ ആണ്, മൂന്നാമത് ലാമതാണ്. അടുത്ത അക്ഷരം പേ. പേയ്ക്കും എയ്ക്കും ഒരേ ഉയരമാണുള്ളത്. ആ 4ാമത്തെ ലൈൻ വരെയാണ് പേ എത്തുക, ബേസ് ലൈനിൽ നിന്ന് തുടങ്ങി. ഇതാണ് പേയുടെ ഷേപ്പ്. പേ രണ്ട് സൈഡിലും കണക്ട് ചെയ്യുന്ന ലെറ്റർ ആണ്. കാരണം നേരത്തെ പറഞ്ഞ റീസൺ തന്നെ. വലത്ത് നിന്ന് ഇടത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് എഴുതി പോയി. അപ്പം പാ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ പേ അത് കഴിഞ്ഞടുത്ത് ആലപ്പിട്ടാൽ മതി. അടുത്ത അക്ഷരം സാദെ. അടിയിലേക്ക് പോകുന്ന വേറെ ഒരു അക്ഷരമാണ് സാദെ. സാദെ നമ്മൾ തുടങ്ങുന്നത് ഹേസ് എഴുതുന്ന പോലെ തന്നെയാണ്. 1 2. ഇതൊരു സിംഗിൾ സ്ട്രോക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് എഴുതി പോകുന്നത്. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നതെന്ന് മാത്രമേ ഉള്ളൂ.
ഇത്രയും ഹേസുമായിട്ട് സിമിലർ ആണ്. അതിനുശേഷം നമ്മൾ താഴേക്ക് ഒരു സ്ട്രോക്ക് ഇങ്ങനെ എടുക്കുന്നു, ഏറ്റവും അടി വരെ എത്തുന്നു. അതിനുശേഷം വലത്തേക്ക് ഒരു വീതി കുറവുള്ള ലൈൻ, ഇങ്ങനെയാണ് സാധേ വരിക. ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയും എഴുതാറുണ്ട്. സെയിം സാധനം തന്നെയാണ്. ആംഗിൾ എഴുതുന്നതിന് പകരം കുറച്ചൊന്ന് വളച്ചങ്ങ് എഴുതി. നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന മാനുസ്ക്രിപ്റ്റുകൾ പലപ്പോഴും ഈ ഒരു ഷേപ്പിലായിരിക്കും സാധ ഉണ്ടാവുക. അടുത്ത അക്ഷരം കോപ്പ്. ഈ സാധ എന്ന് പറയുന്നതും ഇടതുവശത്ത് കണക്ട് ചെയ്യത്തില്ല. റീസൺ നിങ്ങൾക്ക് വളരെ ഒബ്വിയസ് ആയിട്ട് മനസ്സിലായി കാണും. കാരണം നമ്മൾ അവസാനത്തെ സ്ട്രോക്ക് താഴേക്കാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്തത് എഴുതണമെന്നുണ്ടെങ്കിൽ പേന എടുക്കണം. അപ്പോൾ അത് കണക്ട് ചെയ്യത്തില്ല. ഇടതുവശത്ത് കണക്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബേസും സാധയും കൂടെ എഴുതണമെന്നുണ്ടെങ്കിൽ ബേസ് ഇങ്ങനെയാവും എഴുതുക. സാധ. അടുത്ത അക്ഷരം കോപ്പ്. ക്യൂ എന്നുള്ള സൗണ്ടുള്ള കോപ്പാണ്. ഇത് കാപ്പിൽ നിന്ന് വ്യത്യസ്തമാണ്. കോപ്പ് ഒരു സ്ക്വയർ ഷേപ്പാണ് ഏകദേശം. അപ്പോൾ ഇങ്ങനെയാണ് എഴുതുക. മുകളിലേക്ക്, അതിനുശേഷം ഇതാണ് ആദ്യത്തെ സ്ട്രോക്ക്, ഒരു ഇൻവേർട്ടഡ് എൽ പോലെ. അതിനുശേഷം വീണ്ടും തുടങ്ങിയ സ്ഥലത്ത് തന്നെ വരിക. ഇങ്ങനെ ഇതാണ് കോപ്പിന്റെ ഷേപ്പ്. കോപ്പ് എന്ന് പറയുന്ന ലെറ്റർ രണ്ട് വശത്തും കണക്ട് ചെയ്യും. കാരണം ഇതിൻ്റെ ഒരു വാലുണ്ട്. നമ്മൾക്ക് ഈസി ആയിട്ട് അടുത്ത അക്ഷരമായിട്ട് കണ്ടിന്യൂ ചെയ്ത് എഴുതി പോവാം. ഉദാഹരണം ബേസ് കോപ്പ് ആലം എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ വളരെ ന്യായമായിട്ടുള്ള ഒരു സംശയം ഉണ്ടാവാം. ഈ കോപ്പ് കണ്ടു കഴിഞ്ഞാൽ വാവ് പോലെ തന്നെ ഇരിപ്പില്ലേ? ഇത് കുറച്ച് സ്ക്വയർ ആണ്, മറ്റേത് വട്ടമാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാം? പ്രത്യേകിച്ച് എഴുതുമ്പോൾ സ്ക്വയർ ആയിട്ട് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഒരു വട്ടം തന്നെ വരച്ച് വെച്ചെന്ന് വരാം. അതിനെ തിരിച്ചറിയാൻ ഈസി ആയിട്ടൊരു മാർഗമുണ്ട്. വാവ് ഇടതുവശത്ത് കണക്ട് ചെയ്യില്ല, കോപ്പ് കണക്ട് ചെയ്യും. സോ കണക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാം. കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ വാവാണെന്ന് മനസ്സിലാക്കാം. ഇത്രേ ഉള്ളൂ. കോപ്പ്. അടുത്ത അക്ഷരം റേഷ്. റേഷും ദാലസും സിമിലർ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ്. ആദ്യത്തെ ഭാഗം ഒരേപോലെ തന്നെയാണ്. റേഷ് വീതി കുറവുള്ള ലെറ്റേഴ്സ് ആണ്. കാപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാപ്പ് കുറച്ചുകൂടെ വീതി കൂടുതലാണ്. ദാലസിന്റെ ഡോട്ട് താഴെയാണെന്നുണ്ടെങ്കിൽ റേഷിന്റെ ഡോട്ട് മുകളിലാണ്. അതാണ് വ്യത്യാസം. റേഷും നമ്മൾ ഡോട്ട് ഇടാൻ വേണ്ടി പേന എടുക്കേണ്ടത് കാരണം ഇടതുവശത്ത് കണക്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ബർ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ അത് വലതുവശത്ത് കണക്ട് ചെയ്യും, പക്ഷെ ഇടതുവശത്ത് കണക്ട് ചെയ്യില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബ്ര എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ പുത്രൻ, അടുത്ത ആലപ്പിടുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, ബ്ര എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയാവും എഴുതുക. അടുത്ത അക്ഷരം ഷീൻ, നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് അക്ഷരമാണ്. അഗൈൻ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ തുടങ്ങുക. ഒരു വര രണ്ടാമത്തെ ലൈൻ വരെ, കുറച്ചുകൂടി മുകളിലേക്ക് വരച്ചാലും കുഴപ്പമില്ല. അടുത്തത് മുകളിലൊരു വെട്ട്, അതിനുശേഷം ഇങ്ങനെ. ഇതാണ് ഷീനിന്റെ ഷേപ്പ്. ഷീനും രണ്ട് സൈഡിലും കണക്ട് ചെയ്യുന്ന ഒരു അക്ഷരമാണ്. ഷാ എന്ന് എഴുതണമെങ്കിൽ ഷാ.
ഷീനാണ് ആക്ച്വലി നമ്മളുടെ ഈസ്റ്റ് സിറിയക്കിൽ ഏറ്റവും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലെറ്റർ. എവിടെ കണ്ടു കഴിഞ്ഞാലും ഷീൻ തന്നെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വേറെ അക്ഷരങ്ങളുമായിട്ട് സിമിലാരിറ്റി ഇല്ല എന്നുള്ളതുകൊണ്ട്. ഇനി നമ്മളുടെ ലാസ്റ്റ് ലെറ്റർ ആണ് താവ്. ആലപ്പിൽ തുടങ്ങി താവിൽ അവസാനിക്കും. 22ാമത്തെ അക്ഷരമാണ് താവ്. താവ് പല രീതിയിൽ എഴുതാറുണ്ട്. എസ്ത്രാങ്കലയിലെ താവിന്റെ ഷേപ്പ് അല്ല ഈസ്റ്റ് സിറിയക്കിലെ താവിനുള്ളത്. ആ ഷേപ്പ് മൊത്തത്തിൽ മാറി. പക്ഷെ എന്നാലും എസ്ത്രാങ്കലയിലെ താവിന്റെ ഷേപ്പും ഈസ്റ്റ് സിറിയക്ക് എഴുതുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഒരേ എഴുത്തിൽ തന്നെ, ഒരേ വാക്കിൽ തന്നെ ചിലപ്പോൾ രണ്ട് ടൈപ്പിലുള്ള താവും ഉപയോഗിക്കപ്പെടാം. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടിന്റെയും ഷേപ്പ് പറയാം. താവിന്റെ ഷേപ്പ് ബേസ് ലൈനിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് ഒരു വര, ഇങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ മുകളിലത്തെ രണ്ട് ഭാഗങ്ങൾ വരയ്ക്കുന്നത് പോലെ. അതിനുശേഷം ഇവിടെ ഒരു കുനിപ്പ്. ഇതാണ് താവ്. ഈ കുനിപ്പ് പല രീതിയിലിടാം. ഇടത്തുനിന്ന് വലത്തേക്ക് ഇടുന്നവരുണ്ട്, വലത്തു നിന്ന് ഇടത്തേക്ക് ഇടുന്നവരുണ്ട്. ഇത് കുറച്ച് വട്ടത്തിലാക്കി കുറച്ച് വലുതാക്കി ഇടുന്നവരുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാക്കാം. അത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആസ് ലോങ് ആസ് ഈ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം അത് എങ്ങനെ വേണമെങ്കിലും എഴുതാം, കുഴപ്പമില്ല. താവിന് ഈ കുനിപ്പുള്ളത് കൊണ്ട് തന്നെ ഇതും ഇടതുവശത്ത് കണക്ട് ചെയ്യത്തില്ല. നമ്മൾ അടുത്ത അക്ഷരം എഴുതുമ്പോൾ നമുക്ക് പേന എടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് താവിന്റെ ആദ്യത്തെ ഷേപ്പ്. താവിന്റെ രണ്ടാമത്തെ ഷേപ്പ് എന്ന് പറയുന്നത് എസ്ത്രാങ്കല പോലെയാണ്. അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനത്തെ ഒരു ഷേപ്പാണ്. എസ്ത്രാങ്കലയിൽ താവിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതുമായിട്ട് ഏകദേശം സിമിലർ ആണ് നമ്മളുടെ ഈ താവ്. എസ്ത്രാങ്കലയിലെ താവും ചിലപ്പോൾ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം സെയിം സാധനം തന്നെയാണ്. ആ എസ്ത്രാങ്കലയിലെ താവിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് മറ്റേ രണ്ടും. ഇതിന്റെ ആ എസ്ത്രാങ്കലയിലെ താവിന്റെ മുകളിലേക്ക് എഴുതുന്ന ഈ ഭാഗം ഇല്ലാതെ അതിന് പകരം താഴേക്ക് ചുറ്റിക്കെട്ടിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈസ്റ്റ് സിറിയക്കിലെ ആദ്യത്തെ താവായി. ആ ചുറ്റിക്കെട്ടിന് പകരം അത് നേരെ മുകളിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫോമായി. അത്ര ഉള്ളൂ. ഇതെല്ലാം ഒരേ അക്ഷരത്തിൽ നിന്ന് തന്നെ ഉണ്ടായി വന്നതാണ്. എഴുതാനുള്ള എളുപ്പത്തിന് പലപ്പോഴും മാറിയതാണെന്ന് മാത്രം. താവ് ഇടതുവശത്ത് കണക്ട് ചെയ്യത്തില്ല ഡ്യൂ ടു ദ റീസൺസ് ഐ മെൻഷൻഡ് ഏർലിയർ. താവിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്, താവ് മിക്കവാറും വരുന്നതിന്റെ കൂടെ അവസാനം ഒരു ആലപ്പ് വരാറുണ്ട്. അപ്പൊ താവും ആലപ്പും എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ചില പ്രത്യേക ലിഗേച്ചേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ലാമതും ആലപ്പും ഒരുമിച്ച് എഴുതുന്നത് പറഞ്ഞതുപോലെ തന്നെ താവും ആലപ്പും ഒരുമിച്ച് എഴുതാറുണ്ട്. അതിനും രണ്ട് രീതികളാണ് ഉള്ളത്. ഒന്ന് ഏകദേശം ഇങ്ങനെ ഇരിക്കും. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എഴുത്ത് രീതിയാണ്. ആദ്യം ഇങ്ങനെ, അതിനുശേഷം നമ്മൾ താഴേക്ക് വരയ്ക്കും. പിന്നെ ആലപ്പ് മുകളിൽ നിന്ന് എഴുതും. ആലപ്പ് അങ്ങ് മുകൾ വരെ എത്തില്ല, ഇവിടെ നിന്ന് മാത്രമാണ് തുടങ്ങുന്നത്. ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതിന് താവാലപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ മറ്റേ ഷേപ്പിന്റെയും കൂടെ ഇങ്ങനെ എഴുതാറുണ്ട്. ഇതിങ്ങനെ വരും. ഇത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ആലപ്പ് ഇവിടെ നിന്നെടുത്ത് ഇങ്ങനെയും എഴുതാറുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാലും താവ് ആലപ്പായിട്ട് തന്നെ ഇതിനെ കരുതിക്കൊള്ളണം. അപ്പൊ ഇതുകൊണ്ട് നമ്മളുടെ ഈസ്റ്റ് സിറിയക്കിലുള്ള 22 അക്ഷരങ്ങളും അതിന്റെ വകഭേദങ്ങളും കഴിഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞു പോകാം. അപ്പോൾ ഇതിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ആദ്യത്തെ അക്ഷരം ആലപ്പ്. ആലപ്പ് എഴുതുന്നത് ഇങ്ങനെയും
ആദ്യം ഇങ്ങനെ 1, പിന്നെ അതിനുശേഷം രണ്ടാമത്തെ സ്ട്രോക്ക് മുകളിലേക്കും ആണ്. അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കും എഴുതാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മൂന്നാമതൊരു സ്ട്രോക്ക് എൻ്റെ ആലപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഇടാറുണ്ട്. സിമ്പിൾ. ആലപ്പ് ഇടതുവശത്ത് കണക്ട് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ പേന നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എഴുതി പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. രണ്ടാമത്തേത് ബേസ്. ആദ്യം ഇങ്ങനെ, അതിനുശേഷം രണ്ടാമത് ഇങ്ങോട്ട്. മൂന്നാമത് ഗാമൽ. 1, 2, 3. നാലാമത് ദാലസ്. 1, 2. നമ്മൾ ഈ ഡോട്ട് പോലും ഇടുന്നത് വലത്തു നിന്ന് ഇടത്തേക്കാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓർക്കണം. എല്ലാ അക്ഷരങ്ങളും എഴുതുന്നത് ജനറലി വലത്തു നിന്ന് ഇടത്തേക്കാണ്. ഹേ. 1, 2. വാവ്. വാവ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒരൊറ്റ ചുറ്റിക്കെട്ട് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് നിൽക്കുക, അത്രേ ഉള്ളൂ. സൈൻ. സൈൻ ഇങ്ങനെയാണ് എഴുതുക, ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ഫേസ്. 1, 2, 3. തേസ്. 1, 2, 3, 4. രണ്ട് സൈഡിലും കണക്ട് ചെയ്യുന്ന ലെറ്റർ ആണ്. യോദ്. 1, 2. കാപ്പ്. കാപ്പിന് 3 ഫോംസ് ഉണ്ട്. 1, 2. മറ്റേ ഫോമിൽ 1, 2, 3. ഇതിൽ 1, 2, 3, 4, 5. ഏറ്റവും കൂടുതൽ സ്ട്രോക്സ് ഉള്ള ലെറ്റർ ഈ പറയുന്ന പോലെ കാപ്പിന്റെ എൻഡ് ഫോമാണ് കണക്ട് ചെയ്യുന്നത്. നാമത് 1, 2. എളുപ്പമാണ്, ഇത്രേ ഉള്ളൂ. മീം 1, 2. മീമിന്റെ മറ്റേ ഫോമും ഈ പറയുന്നത് പോലെ 1, 2. നൂൻ 1, 2. എൻ്റെ നൂനാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1, ഇങ്ങോട്ട് 2. ഇതും 1, 2. സെംകസ് 1, 2, 3. എ. പേ. സാദേ. 3, 4. പോപ്പ്. 2. റേഷ്. 3. ഷീൻ. താവ്. ഇത്ര അക്ഷരങ്ങളാണ് ഈസ്റ്റ് സിറിയക്കിലുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഈ ലാ ലിഗേച്ചർ ലാ എന്ന് പറഞ്ഞ വേർഡിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അതോ ഇപ്പൊ ഗ്ലീല എന്നൊക്കെ എഴുതുമ്പോൾ യൂസ് ചെയ്യോ? ഗ്ലീല എൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അല്ലെ? ലാ എന്നുള്ള വാക്കിന് നമ്മൾ ലായുടെ ലിഗേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാ എന്നുള്ള വാക്കിന് ജനറലി ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. അഗൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മാനുസ്ക്രിപ്റ്റ് കേട്ടോ. ലാ എന്നുള്ള വാക്കിന് ഈ രീതിയാണ് മിക്കവാറും ഉപയോഗിക്കുക. അതായത് ആ ചെറിയ ആലപ്പുള്ളത്, അതൊരു പ്രത്യേക ഷേപ്പാണ്. അത് ഞാൻ ഈ എഴുതിയ പോലെ അല്ല, ശരിക്കും കുറച്ചുകൂടെ ഇങ്ങനെയാണ് വരിക. പിന്നെ എവിടെയാണ് ഈ മറ്റേ ക്രോസ് ചെയ്തുള്ള ലിഗേച്ചർ യൂസ് ചെയ്യുന്നത്? ക്രോസ് ചെയ്തുള്ള ലിഗേച്ചേഴ്സ് ബാക്കി കണക്ട് ചെയ്യുന്ന വേർഡ്സ് എൻഡ് ചെയ്യുമ്പോൾ, ഇപ്പം ഗ്ലീല നേരത്തെ പറഞ്ഞ പോലെ ഗ്ലീല
ആഹാ. അതിലിങ്ങനെ ചെയ്യും. ഓക്കെ. അഗൈൻ ഇതൊരു മാനസ്ക്രിപ്റ്റ് ഓൺലി സംഭവമാണ്, പ്രിന്റിൽ ജനറലി വന്നിട്ടില്ല. പക്ഷെ താവിന്റെ ലിഗേച്ചേഴ്സ് പ്രിന്റിൽ വരാറുണ്ട്. ആഹാ. ആ. അത് ഇവിടെ ആക്ച്വലി പേന വെച്ചായിരുന്നു എഴുതുന്നുണ്ടെങ്കിൽ കുറച്ചൊരു എളുപ്പമുണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ഏകദേശം വരാറുള്ളത്. ഞാൻ ഇല്ല. ഓക്കെ. അതുപോലെ താവ് പറഞ്ഞല്ലോ, എസ്ട്രാങ്കിലെ താവ് മറ്റേ ഇസറിക്സ് താവ് ഒരേ വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അത് മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത് അതോ? മിക്സ് ചെയ്തും യൂസ് ചെയ്യാറുണ്ട്. 3 സാധനവും ചിലപ്പോൾ കാണാറുണ്ട്. അത് നമ്മളിപ്പോ മാനുസ്ക്രിപ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഈസ്റ്റ് സിറിയക് എസ്ത്രാങ്ക എന്നൊരു വ്യത്യാസം പലപ്പോഴും കാണാറില്ല. ഇപ്പം ഒരു ഉദാഹരണം 1301 നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പഴയ മാനുസ്ക്രിപ്റ്റ് 1301 ഒരു യൗസേപ്പ് ഷമാശൻ ആണെന്ന് തോന്നുന്നു എഴുതിയ ഒരു ലെക്ഷണറിയാണ്, അതായത് വായനാ പുസ്തകമാണ്. അപ്പോൾ അത് എസ്ത്രാങ്കലയാണെന്നാണ് പലരും പറയുന്നത്. പക്ഷെ അതിൽ ഈസ്റ്റ് സിറിയക്കിന്റെ ഫീച്ചേഴ്സ് ആണുള്ളത്. അതിൽ ഈ പറയുന്ന താവൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന താവ് മേജർ ആയിട്ടും നമ്മുടെ ഈസ്റ്റ് സിറിയക്കിന്റെ താവ് തന്നെയാണ്. പക്ഷെ വേറെ ചില അക്ഷരങ്ങൾക്ക് എസ്ത്രാങ്കലേതായിട്ടുള്ള ഒരു ഷേപ്പാണ്. ദാലസും ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് സിറിയക്കിന്റെ ദാലസ് തന്നെയാണ്, അല്ലാതെ മറ്റേതുപോലെയല്ല. പക്ഷെ അവരെ എസ്ത്രാങ്കലയാണെന്നാണ് പറയുന്നത്. അത് വേറെ എന്തോ റീഡിങ്ങിന്റെ പ്രശ്നമാണ്. അപ്പം ഒരേ മാനസ്ക്രിപ്റ്റിൽ തന്നെ പല സാധനങ്ങൾ കാണാം. ഒരേ സ്ക്രൈബ് തന്നെ പല ലെറ്റേഴ്സിന്റെ ഷേപ്പ് പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ താവ് ആലപ്പിടുമ്പോ ആലപ്പ് ഇങ്ങനെ വലിച്ചു നീട്ടി വേർഡിന്റെ മുകളിൽ കൂടെ മുഴുവൻ ഇടുന്ന രീതി, അത് ഈ ആലപ്പല്ല, ഈ താവ് ആലപ്പിന്റെ ആലപ്പാണ് വലിച്ചു നീട്ടിയിടുന്നത്. അതെ. അല്ല, അതായത് ഇത് ഐഡിയ വളരെ സിമ്പിൾ ആണ്. ഈ ആലപ്പ് എന്ന് പറയുന്ന ലെറ്റർ നമ്മളിപ്പോ എസ്ത്രാങ്കലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെ വന്ന് ഇങ്ങനെയല്ല നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ബാക്കി എല്ലാ ലെറ്റേഴ്സിനും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബേസ് ലൈനിൽ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് റൈറ്റിലേക്കാണ് എഴുതുന്നത്. ഈ ഒരു ലെറ്ററിന് മാത്രം ആ ബേസ് ലൈൻ നമ്മൾ തുടങ്ങുന്ന പോയിന്റിൽ നിന്ന് വലത്തേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. വേറെ ഒരു ലെറ്റേഴ്സിനും അങ്ങനെയില്ല. അപ്പൊ അത് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ സുറിയാനിലെ ആ ഒരു ആംഗിൾസ് എല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അക്യൂട്ട് ആംഗിൾ സ്റ്റാർട്ടിങ് ഫ്രം ദി ബോട്ടം ടു ദ ടോപ്പ് ലെഫ്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഇലാമത്, താവ്, തേസ് അങ്ങനെയുള്ള ലെറ്റേഴ്സ് എല്ലാം. അപ്പൊ അത് കഴിഞ്ഞ് ഈ ലെറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ക്രോസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ക്രോസ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ലിഗേച്ചർ ജനറലി ഇടാറുള്ളത്. ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുള്ളത് ഇലാമത്, പിന്നെ താവ്, അങ്ങനെ. താങ്ക് യു. ഇതൊരു ഇനിഷ്യൽ ക്ലാസ് ആണ്. ലെറ്റേഴ്സ് ഇങ്ങനെ എഴുതി ആരും പഠിപ്പിക്കാറില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതിന്റെ റെക്കോർഡിംഗ് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇനിയുള്ള ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ തുടക്കത്തിലെ ഒരു കുറച്ച് ക്ലാസ്സുകൾ മാത്രം ഇതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ബാക്കി അത് കഴിഞ്ഞ് ഉടനെ തന്നെ സുവിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. സുവിശേഷം വായിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് വായിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, അല്ലാതെ ഇവിടെ ഒരാൾ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു പോകുന്ന ഒരു രീതിയല്ല. നിങ്ങൾ തന്നെ വായിക്കുന്നു, നിങ്ങൾ അർത്ഥം പറയാൻ ശ്രമിക്കുന്നു, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കില്ല. ക്ലാസ്സുകളിൽ വന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരാഴ്ച കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച കയറുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ്. ഇനി ആർക്കെങ്കിലും സിറിയക്കിൽ ആദ്യമായിട്ടാണ് ഇപ്പം ഒരു സിറിയക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സുറിയാനിയിൽ ഒരു ബേസും ഇല്ല പക്ഷെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജൂലൈയിൽ വേറെ ഒരു വായിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ടാകും. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഉണ്ടോ? വവൽസ് അടുത്ത ക്ലാസ്സിലാകാം അല്ലേ? വവൽസ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. ഒരു 2 മിനിറ്റ് എടുക്കത്തുള്ളൂ, അധികം സമയം എടുക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അതും അടുത്ത ക്ലാസ്സിൽ മതിയോ? 3 മണി ആയതുകൊണ്ടാണ്. അടുത്ത ക്ലാസ് മതിയോ? അടുത്ത ക്ലാസ് പറയാം. ശരി.
അപ്പോൾ താങ്ക് യു. എല്ലാവരെയും അടുത്ത ആഴ്ച ഇതേ സമയത്ത് തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.